അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിലെ യൂണിറ്റ് 10 വരുന്ന റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് ആണ്. അതിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ തന്നെ ഞാൻ 3 ഭാഗങ്ങളായിട്ടാണ് ക്ലാസ് എടുക്കാൻ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ബാങ്ക്സ്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ബാങ്ക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്യാമൽസ് റേറ്റിംഗ്, ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ, ടയർ 1 ആൻഡ് ടയർ 2 ക്യാപിറ്റൽ. പിന്നെ അടുത്തത് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. അതെന്താണ് ക്യാപിറ്റൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, CRAR. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. എന്താണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്ങിൽ നോക്കാം. എന്താണ് റീസെന്റ് ട്രെൻഡ്സ്? ഇന്ത്യൻ ബാങ്കിങ്ങിൽ നിന്നല്ല, നമുക്കറിയാം ലോകത്തിൽ തന്നെ ബാങ്കിങ് സിസ്റ്റം നൂതനമായി, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ ബാങ്കിങ് മേഖലകളിലും സംഭവിച്ചു. അതോടുകൂടി തന്നെ എന്താണ് എല്ലാ ടെക്നോളജികൾ കമ്പ്യൂട്ടർവൽക്കരണങ്ങളും ടെക്നോളജികളൊക്കെ വന്നതിനെ അടിസ്ഥാനമാക്കി ബാങ്കിങ് സിസ്റ്റത്തിലും അതിൻ്റെതായ മാറ്റങ്ങളുണ്ടായി. അതിന്റെ ഫലമായിട്ട് പേപ്പർലെസ് ബാങ്കിങ് ആയി. എന്താണ് പേപ്പർലെസ് ബാങ്കിങ് ആയി, സിഗ്നേച്ചർലെസ് ബാങ്കിങ് ആയി. അവിടെ എന്തൊക്കെ വന്നു? NEFT, RTGS, അതുപോലെ IMPS എന്നുള്ള പോലത്തെ ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റങ്ങളൊക്കെ വന്നു. നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് നമ്മൾ സമയത്തിനനുസരിച്ച് സമയം ഉണ്ടാക്കി ബാങ്കിൽ പോയി ട്രാൻസാക്ഷനുകളൊക്കെ നടത്തുന്നു. പൈസ അടയ്ക്കണമെങ്കിൽ ബാങ്കിൽ പോകണം, പൈസ എടുക്കണമെങ്കിൽ ബാങ്കിൽ പോകണം. ഈ ഒരു കാലഘട്ടമൊക്കെ മാറി നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് നമ്മളുടെ ആ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്കിങ്ങിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ആ രീതിയിലേക്ക് ബാങ്കിങ് മാറി. അപ്പൊ അതാണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് എന്ന് പറയുന്നത്. Modern trends in banking system make it easier, simpler, paperless, signatureless, and branchless with various features like IMPS, RTGS, NEFT, online banking, and telebanking, etc. എന്തൊക്കെയാണ് മോഡേൺ ട്രെൻഡ്സിൽ വന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ് നമുക്കറിയാം? IMPS, RTGS, NEFT, ഓൺലൈൻ ബാങ്കിങ്, ടെലി ബാങ്കിങ്. അതുപോലെ തന്നെ എന്താണ് പേപ്പർ ആവശ്യമില്ല. എന്താണ് ഒരു ചെക്ക് പോലും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വിഡ്രോ ചെയ്യാനും. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. അതാണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് പഠിക്കാൻ നമ്മൾ ഇത് പ്രകാരം വളരെ കുറച്ചുള്ളൂ. ആ കാര്യങ്ങൾ നമുക്ക് മുഴുവനായിട്ട് പഠിക്കാം. കഴിഞ്ഞ എക്സാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് ആ സിലബസ് ആയിട്ട് തന്നെ ആ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ക്യാമൽസ് റേറ്റിംഗ്. എന്താണ് ക്യാമൽസ് റേറ്റിംഗ് എന്ന് നോക്കാം. CAMELS is an international rating system used by regulatory banking authorities to rate financial institutions. CAMEL rating is supervisory rating system originally developed in the US to classify a bank's overall conditions. ക്യാമൽ റേറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് ക്യാമൽ റേറ്റിംഗ് എന്ന് പറഞ്ഞ റേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു റേറ്റിംഗ് സിസ്റ്റം ഒന്നുമല്ല. അത് ഇന്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ്. ക്യാമൽസ് റേറ്റിംഗ് ഇസ് എ ഇന്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റം. ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റുകളും നന്നായിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു വൺ വേർഡ് പഠിക്കുന്ന ലാഘവത്തോടു കൂടി പഠിക്കാതെ എന്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അത് നല്ല ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പൊ എന്താണ് ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ്. അതെന്താണ്? ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ റേറ്റിംഗ് നടത്തുന്നതാണ് ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ ഓൾ ഓവർ പെർഫോമൻസ് അനുസരിച്ച് അതിന്റെ റേറ്റിംഗ് നടത്തുന്നതാണ് ക്യാമൽസ് റേറ്റിംഗ്. അത് ഇന്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ്. അത് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ യുഎസിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് ക്യാമൽസ് റേറ്റിംഗ് ഡെവലപ്പ് ചെയ്തത്. അത് ബാങ്കിന്റെ ഓവറോൾ കണ്ടീഷനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഒരു ബാങ്കിന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കണ്ടീഷനുകളെയും ക്ലാസിഫൈ ചെയ്യുകയാണ് ക്യാമൽ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്ന റേറ്റിംഗ് ഇന്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? യുഎസിലാണ്. അതൊരു ബാങ്കിങ്ങിന്റെ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ ഓവറോൾ കണ്ടീഷനെ ക്ലാസിഫൈ ചെയ്യുവാനാണ് ഉപയോഗിക്കുന്നത്. ആ സിസ്റ്റം ഉപയോഗിക്കുന്നത്, ആ റേറ്റിംഗ് ഉപയോഗിക്കുന്നതിനാണെന്ന് വെച്ചാൽ ഒരു ബാങ്കിന്റെ ഓവറോൾ കണ്ടീഷനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
It's applied to every bank and credit union in the US and is also implemented outside the US by various banking regulations. നമ്മൾ നേരത്തെ പറഞ്ഞു US-ലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. US-ൽ മാത്രമല്ല മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്ന പല ബാങ്കിങ് റെഗുലേറ്റേഴ്സിനും വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. The ratings are assigned based on a ratio analysis of the financial statements combined with one-side examination made by a designated supervisory regulator. റേറ്റിംഗ് എന്താണ്? ഈ റേറ്റിംഗ് അനാലിസിസ് എന്ന് പറയുന്നത് അത് എക്സാമിൻ ചെയ്യുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സൂപ്പർവൈസർ റെഗുലേറ്റർ ആണ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ട് അതിന്റെ ബേസിൽ റേഷ്യോ അനാലിസിസ് ഒക്കെ ചെയ്ത് ഇതിന്റെ റേറ്റിംഗ് അസൈൻ ചെയ്യുന്നത് ഒരു സൂപ്പർവൈസറി ആയിട്ടുള്ള ഒരു കൺട്രോളിംഗ് ഒരു അതോറിറ്റിയാണ് ചെയ്യുന്നത്. In the US, these supervisory regulators include the Federal Reserve, the Office of the Controller of the Currency, the National Credit Union Administration, and the Federal Deposit Insurance Corporation. നമ്മൾ പറഞ്ഞു US-ലാണ് ഇത് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ അത് ആരാണ് ചെയ്ത് എന്ന് വെച്ചാൽ ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് US-ലെ സെൻട്രൽ ബാങ്ക്, അതായത് US-ലെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവും തന്നെ കറൻസി കൺട്രോൾ ചെയ്യുന്ന ഓഫീസേഴ്സും നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷനും ഫെഡറൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് US-ലെ ഈ ക്യാമൽ റേറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അത് റേറ്റിംഗ് കണ്ടെത്താനുള്ള സൂപ്പർവൈസറി അതോറിറ്റി റെഗുലേറ്ററി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫെഡറൽ റിസർവ്, ദ ഓഫീസ് ഓഫ് ദ കൺട്രോൾ ഓഫ് ദി കറൻസി, ദ നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ ഫെഡറൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. Ratings are not released to the public but only to the top of the management to prevent a possible bank run on an institution which receives a camel rating downgrade. അതായത് ഇങ്ങനെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് റിലീസും ചെയ്യുന്നില്ല. എന്നാൽ ഇതെന്താണ്, ബാങ്കിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രേഡൊക്കെ അവർ അറിയിച്ചുകൊണ്ട് ആ മാനേജ്മെന്റ് അതിന്റെ റേറ്റിംഗ് കുറവുള്ളത് കൂട്ടാനുള്ള പ്രിവെൻഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഡൗൺ ഗ്രേഡ് ഒക്കെ ആയിട്ടുള്ളതിന് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നു ഈ റേറ്റിംഗ് കൊണ്ട്. അല്ലാതെ റേറ്റിംഗ് അത് ഈ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമൽസ് റേറ്റിംഗ് വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പബ്ലിക്കിലൊക്കെ റിലീസ് ചെയ്ത് വിഷയമൊന്നുമല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ ടോപ്പ് മാനേജ്മെന്റിനെ ഇതൊക്കെ അറിയിച്ചുകൊണ്ട് അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനം ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ക്യാമൽസ് റേറ്റിംഗ് കൊണ്ട് ചെയ്യുന്നത്. Institutions with deteriorating situation and decline camels rating are subject to ever increasing supervisory scrutiny. Failed institutions are eventually resolved by a formal resolution process designed to protect retail depositors. അതായത് ഇങ്ങനെ ഇതൊക്കെ സ്ക്രൂട്ടിനി ചെയ്തിട്ട് ആ സിറ്റുവേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയിച്ച് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷന് അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് വന്നിട്ട് സൂപ്പർവൈസ് ഒക്കെ ചെയ്ത് അതിന്റെ റേറ്റിംഗ് ഒക്കെ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടും അത് റിസോൾവ് ചെയ്യാത്ത വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, പിന്നെ അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ആ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഡെപ്പോസിറ്റേഴ്സിനെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. The components of banks condition that are assessed. അതായത് എന്താണ്, എങ്ങനെയാണിത് റേറ്റിംഗ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ബാങ്കിന്റെ കണ്ടീഷൻസിനെയൊക്കെ അസസ് ചെയ്യും. ഈ ബാങ്കിന്റെ കണ്ടീഷൻസിനൊക്കെ എങ്ങനെയാണ്, അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവര് എന്തൊക്കെ ആദ്യം തന്നെ ക്യാമൽസ് റേറ്റിംഗ് നടത്തി വളരെ കുറവാണ് അതിന്റെ റാങ്ക് എന്നെങ്കിൽ ആ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയിക്കും. ആ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊന്നും കഴിഞ്ഞിട്ട് അത് നിലനിൽപ്പില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ പോയി. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ആദ്യം തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ഡെപ്പോസിറ്റേഴ്സിനെയാണ്. അതായത് അതിനൊരു ഓർഡർ ഉണ്ട്. തോന്നിയ പോലെ ഒന്നല്ല പ്രൊട്ടക്ട് ചെയ്യുക, എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ അല്ല, അതിന്റെ ഒരു ഓർഡർ അനുസരിച്ച് ആദ്യം തന്നെ ഡെപ്പോസിറ്റേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം US-ലാണെങ്കിൽ അവിടെ ആരൊക്കെയാണ് അതിന്റെ പെർഫോമൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിൽ എങ്ങനെയാണ് അത് അസസ് ചെയ്യുന്നത് നോക്കാം. ഇന്ത്യയിൽ ക്യാമൽസ് റേറ്റിംഗ് എങ്ങനെയാണ് അസസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
Camels rating is the rating system whether in the bank regulators or examiners, generally the officers trained by RBI, evaluates an overall performance of the banks and determine their strengths and weaknesses. അതായത് ഇന്ത്യയിൽ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് എക്സാമിൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് ഇതായിട്ട് പറയാം, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിങ്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, അതായത് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ച് അതിന്റെ ഓവറോൾ പെർഫോമൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇതിന്റെ സ്ട്രെങ്ത് ആണ് ഇതിൽ ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് നോക്കുന്നത്. ക്യാമൽസ് റേറ്റിംഗ് എന്താണ് നോക്കുന്നത്? സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് നോക്കുന്നത്. അപ്പൊ അവരുടെ ഓവറോൾ പെർഫോമൻസ്, അവരുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ, അവരുടെ എല്ലാ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സുകളും പരിശോധിച്ച് അതിൽ നിന്ന് ആ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം ശക്തിപ്പെട്ടിട്ടുള്ളതാണോ അല്ലെങ്കിൽ ദുർബലപ്പെട്ടതാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത് ആരാണ് പരിശോധിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ പരിശോധിക്കുന്നത്. അതിന്റെ ഓഫീസേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസേഴ്സ് ഉണ്ടാവും, അവരാണ് ഇത് പരിശോധിക്കുന്നത്. അതായത് ഒരു ബാങ്ക്, ആ ബാങ്കില് ക്യാമൽസ് റേറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അറിയാൻ പറ്റുന്ന വെച്ചാൽ ഈ ബാങ്ക് എത്രത്തോളം ശക്തിയുള്ള ബാങ്കാണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ശക്തി കുറഞ്ഞ ബാങ്കാണ്. രണ്ട് രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ അത് കണ്ടെത്തിയതിനു ശേഷം ഇവര് എങ്ങനെ ശക്തിപ്പെടുത്താം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദുർബല നിമിഷത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്ക് എത്രത്തോളം ഓവർകം ചെയ്യാൻ പറ്റും, ആ ബാങ്കിന് അത് ഓവർകം ചെയ്യാനുള്ള ശക്തിയുണ്ടോ എന്നൊക്കെയാണ് ഈ ക്യാമൽസ് റേറ്റിംഗ് കൊണ്ട് പരിശോധിക്കുന്നത്. ഇന്ത്യയിൽ ഈ ബാങ്കിങ് റേറ്റിംഗ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് പത്മനാഭൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ മുഖേനയാണ്. ബാങ്ക് റേറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ came into existence as per the recommendation of പത്മനാഭൻ കമ്മിറ്റി. എന്താണ് ഇന്ത്യയില് ഈ ബാങ്കിങ് റേറ്റിംഗ്, നമ്മൾ പറഞ്ഞു ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത് US ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ഒക്കെ തന്നെ ആയാലും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ബാങ്കിങ് റേറ്റിംഗ് സിസ്റ്റം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ പത്മനാഭൻ കമ്മിറ്റിയാണ് ആവശ്യപ്പെട്ടത്. അത് ഇന്ത്യയിലെ ആരുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ബാങ്ക് റേറ്റിംഗ് സിസ്റ്റം വന്നതെന്ന് ചോദിച്ചാൽ അത് പത്മനാഭൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ മുഖേനയാണ്. എന്താണ് പത്മനാഭൻ കമ്മിറ്റി? പത്മനാഭൻ കമ്മിറ്റിയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്തത്. പത്മനാഭൻ കമ്മിറ്റി ആരാണ് അപ്പോയിന്റ് ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1995 ഈ കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്തത്. ആ കമ്മിറ്റി ആരാണ്? പത്മനാഭനാണ് അതിനെ ഹെഡ് ചെയ്തത്. ഇത് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബാങ്കിന്റെ റെക്കമെൻഡ് ചെയ്ത ഒരു ബാങ്കിന്റെ മാനേജറിയൽ ആയാലും ഓപ്പറേഷൻ ആയാലുള്ള എഫിഷ്യൻസി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു റേറ്റിംഗ് സിസ്റ്റം വേണമെന്നാണ് പത്മനാഭൻ കമ്മിറ്റി പറയുന്നത്. ഒരു ബാങ്ക് എത്രത്തോളം ശക്തി ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു ബാങ്കിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ എങ്ങനെയൊക്കെ തരണം ചെയ്യാനുള്ള പ്രാബല്യമുണ്ട്, അതായത് അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ എബിലിറ്റിയാണ് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ട്, അതൊരു ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന അത് ഉണ്ടോന്നാണ് ഓപ്പറേഷൻ എഫിഷ്യൻസി നോക്കുന്നത്. മാനേജറൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള പവർ ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ബാങ്ക് എത്രത്തോളം സ്ട്രെങ്ത് ആയിട്ടുള്ളതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് റേറ്റിംഗ് സിസ്റ്റം വേണമെന്ന് പത്മനാഭൻ കമ്മിറ്റിയാണ് ആവശ്യപ്പെടുന്നത്. ആ പത്മനാഭൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1995 അങ്ങനെ ഒരു കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്തത്. Banking rating system in India came into existence as per the recommendation of Padmanabhan Committee. Padmanabhan Committee was set up by RBI on supervision of banks. It was set up in the year 1995 and headed by S. Padmanabhan. It recommended that banking supervision should be based on managerial and operational efficiency, financial strength of the bank. ഇനി നമുക്കൊരു കാര്യം കൂടി അറിയാം. ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ബാങ്കിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കാൻ നമ്മൾ പഠിച്ചു. ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേഷണൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ എന്താണ് മാനേജറൽ സ്ട്രെങ്ത് ഒക്കെ നോക്കാനാണ്. അതിപ്പോ ഞാൻ പറഞ്ഞൊരു ഓപ്പറേഷണൽ സ്ട്രെങ്ത് ഒക്കെ എന്ന് പറയുമ്പോൾ ഓപ്പറേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾക്ക് പ്രധാനമായിട്ട് ഇതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ക്യാമൽസ് എന്ന് പറയുന്നതിന്റെ ആ ഓരോ വേർഡിന്റെ എക്സ്പാൻഷൻ ആണ്. ഓരോ വേർഡും ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഒരു 6 വേർഡുകളുണ്ട്. ആറ്
ലെറ്ററുകൾ, വേർഡ് എന്നല്ല ലെറ്ററുകളും 6 കാറ്റഗറിയാണ്. ആ 6 കാറ്റഗറി എന്താണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ 6 കാറ്റഗറി ഒന്ന് പഠിച്ചു വെക്കുക. സി ക്യാപിറ്റൽ ക്യാമൽസ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അഡ്യൂക്കൻസി. സി എന്താണ്? ക്യാപിറ്റൽ അഡ്യൂക്കൻസി. സി ക്യാപിറ്റൽ അഡ്യൂക്കൻസി. എ അസറ്റ്. എം മാനേജ്മെന്റ് ക്യാപ്പബിലിറ്റി. ഇ ഏണിങ്സ്. എൽ ലിക്വിഡിറ്റി എന്നും പറയും. അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയും. എൽ ലിക്വിഡിറ്റി. അതുപോലെ തന്നെ പറയുന്നതാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. സെൻസിറ്റിവിറ്റി. എന്താണ്? സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് റിസ്ക്കും എക്സ്പെഷ്യലി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് കേട്ടോ. അതായത് മാർക്കറ്റ് റിസ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. എസ് ഫോർ സെൻസിറ്റിവിറ്റി. അപ്പൊ സി ഫോർ ക്യാപിറ്റൽ അഡിക്വസി, എ അസറ്റ്, എം മാനേജ്മെന്റ് ക്യാപ്പബിലിറ്റി, ഇ ഏണിങ്സ്, എൽ ലിക്വിഡിറ്റി, എസ് സെൻസിറ്റിവിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് കാണാതെ തന്നെ പഠിക്കുക. ഞാൻ ഈ പറയുന്ന എല്ലാവരും പഠിച്ചു വെക്കുക. സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, സോറി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകും. നമുക്കിത് ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയാം. അതായത് ഒരു ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ ആധാരമായിട്ട് റേറ്റിംഗ് നടത്തുന്ന ഒരു സിസ്റ്റമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ അതിനെയൊക്കെ എന്താണ്, നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒഫീഷ്യൽസ് വന്ന് അതിനെ സൂപ്പർവൈസ് ഒക്കെ ചെയ്ത് അതിനെ പഠിച്ച് അത് അങ്ങനെ റേറ്റിംഗ് ഉണ്ടാക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്തനും വീക്ക്നെസ്സും അറിയാനാണ്. അതായത് സ്ട്രെങ്തനും വീക്ക്നെസ്സും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേറ്റിംഗ് നടത്തുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് അത് സ്ട്രെങ്ത് ആണോ വീക്ക് ആണോ എന്നറിയും. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വീക്ക്നെസ് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനേജറൽ എഫിഷ്യൻസിയും ഓപ്പറേഷണൽ എഫിഷ്യൻസിയും ഒക്കെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതെന്തൊക്കെയാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനൊക്കെ ഉള്ള കാപ്പബിലിറ്റി അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് സ്ട്രഗിൾ ചെയ്യാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മാനേജ്മെന്റ്, അങ്ങനെ ഒരു അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ മാനേജ്മെന്റിനും അതിനുള്ള പവർ വേണ്ടേ. അയ്യോ അങ്ങനെ വന്നേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു മാനേജ്മെന്റ് ആയാലും നടക്കില്ല. അപ്പൊ ആ രണ്ട് രീതിയിലും അങ്ങനെ ഓവർകം ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള പരിശോധിക്കുകയാണ് ക്യാമൽസ് റേറ്റിംഗ് കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ക്യാമൽസ് റേറ്റിംഗിൽ 1 തുടങ്ങി 5 വരെയുള്ള റേറ്റിംഗ് ആണ് എടുക്കുന്നത്. ഒന്നാണ് 1 to 5 ആണ് അതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് റേറ്റിംഗ് സിസ്റ്റം ദ ഓഫീസേഴ്സ് റേറ്റ് ദി ബാങ്ക്സ് ഓൺ എ സ്കെയിൽ ഫ്രം 1 to 5. അതില് 1 is the best and 5 is the അല്ലെങ്കിൽ 5th is the വേഴ്സ്റ്റ് റേറ്റിംഗ്. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ ഏറ്റവും ബെസ്റ്റ്, 5 ഏറ്റവും മോശം. അപ്പൊ ഇത് റേറ്റിംഗ് 1, 2, 3, 4, 5 എന്നുള്ള കാറ്റഗറൈസ് ചെയ്തിട്ട് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ അതൊന്ന് നോക്കാം. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയുന്നത്, ഞാനൊരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ക്ലാസ് ഇത് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൂടാതെ എന്താന്ന് ഉണ്ടാവുന്ന വെച്ചാല് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലാക്കി, ഇനി 1 മാസമുള്ളൂ. ഈ 1 മാസത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിപ്പിച്ചു തരാൻ ഞാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ എക്സാം നടത്തും. അതുകൂടാണ്ട് നമ്മള് ആഴ്ചകളില് അതുപോലെ തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ടൈം എപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഞാൻ കിട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അപ്പൊ അത് നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സാം, അതായത് കഴിഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ പരീക്ഷ പരിശോധിച്ച സമയത്ത് മനസ്സിലായത് എന്താ വെച്ചാല് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. ഈസി ആയിട്ട് എന്ന് വെച്ചാൽ മുഴുവൻ അങ്ങോട്ട് ഈസി എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും പേപ്പർ താരതമ്യേന നല്ല പേപ്പറായിരുന്നു. കാരണം അവർ പറയുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. IT മാത്രമാണ് നമുക്ക് ആ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നപ്പോൾ അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ടുള്ള ഒരു ടഫ്, ബാക്കിയെല്ലാം ഓക്കെ. പക്ഷെ എല്ലാവർക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്ന സമയം പോയി. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതണം.
നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾക്കത് പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ചേരാം. പേയ്മെന്റ് ഉള്ള ക്രാഷ് കോഴ്സാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലാത്ത കേസിലായാലും മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി എക്സാമുകൾ എഴുതി 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 പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്താലും കേട്ട് പഠിക്കുക. നോട്ട്സ് ഒക്കെ നിങ്ങൾ ഇത് എഴുതി ഉണ്ടാക്കുക. ഞാൻ എല്ലാ ക്ലാസ്സുകളും സിലബസ് ഓറിയന്റഡ് ആയിട്ട് എന്തെല്ലാം വരാൻ സാധ്യതയുണ്ട് എല്ലാനും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഇടുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ഇതിൽ നമുക്കൊരു പരിമിതികളുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നും ഇടാനുള്ള സമയമില്ല നമുക്ക്. അതുകൊണ്ടാണ്. അപ്പൊ അത് ഞാൻ ക്രാഷ് കോഴ്സിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക. അതേപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് കൊണ്ടിരിക്കും. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും. അപ്പൊ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ആ വീഡിയോസ് പിന്നെയും പിന്നെയും കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ. ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടില്ല, സന്തോഷമുണ്ട്. നന്നായിട്ട് ഇനി പഠിക്കുക. കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറഞ്ഞൊരു ഒട്ടും വിഷമിക്കേണ്ട. അതൊരു ട്രയൽ ആയിട്ട് മാത്രം കരുതുക. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് നിങ്ങൾ ഇന്ന് പഠിക്കുക. നോട്ട്സ് ഒക്കെ എഴുതി വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിന് ചേരാം. 1 മന്ത് എന്ന് വെച്ചാൽ നമ്മൾ എക്സാം വരയ്ക്കുകയാണ്. അത് 1 മന്ത് കൊണ്ട് നമുക്ക് ക്ലാസ് തീർക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ട്യൂസ്ഡേ ക്ലാസ് തുടങ്ങും. മൺഡേ ഞാൻ അതിന്റെ റെക്കോർഡ് ക്ലാസ് തരും. ട്യൂസ്ഡേ ആയിരിക്കും അതിന്റെ നോട്ട് അനുസരിച്ചുള്ള ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.